കൂട്ടുകാരെ, ഇന്നലെ നമ്മളൊരു കണ്ട സിനിമയുടെ റിവ്യൂ ഇന്ന് ഇടാൻ പോവുകയാണ്. ഏത് സിനിമയാണ് നമ്മൾ കണ്ടേ? കൽക്കി 2892 AD അല്ലേ? എങ്ങനെ എന്തോ അല്ലേ പടത്തിന്റെ പേര്? എങ്ങനെ ഉണ്ടായിരുന്നു പടം? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ട? നീ ഒരു ആഗ്രഹിച്ചൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സീറ്റ്. അത് കൊള്ളായിരുന്നു. സ്ഥിരമായിട്ട് ആശാൻ ഒരു കാര്യം പറയായിരുന്നു, നമ്മുടെ ഏറ്റവും ബാക്കിൽ ചുവന്ന് വിജൃംഭിച്ചിരിക്കുന്ന ഒരു സീറ്റ്, ആ സീറ്റിൽ നമ്മൾ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ അവനെ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അതാണ് ബുക്ക് ചെയ്യുന്നത് പറയാതെയാണ് ആശാനെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ആയിഷു? പറ. സൂപ്പർ ആയിരുന്നു, നല്ല കംഫർട്ടബിൾ, അടിപൊളിയായിരുന്നു. നമ്മൾ കണ്ടത് ന്യൂസ് സെൻട്രൽ തിയേറ്ററിൽ നിന്നായിരുന്നു. നമ്മൾ കണ്ടത് മലയാളം വെർഷനാണ്, അതായത് ഈ കൽക്കി 2982 അല്ലേ, അങ്ങനെ എന്തോ ആണ് അതിന്റെ 2892 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ അതിന്റെ മലയാളം വെർഷനാണ് നമ്മൾ കണ്ടത്, മലയാളം 3D. മലയാളം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് 3D മലയാളം വെർഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കമലഹാസൻ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തത്, അല്ലെങ്കിൽ ഞാൻ ഓർത്തത്. ഇവനെ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ പടം അങ്ങനെ ഓർത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊരു പോയിന്റ് ആയിരുന്നു, കമലഹാസന്റെ സൗണ്ട് ആ കമലഹാസന്റെ ഒരു ഫീല് വരണമെങ്കിൽ തമിഴ് അവന്റെ ഡബിങ് തന്നെ വേണമെന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മലയാളമായി പോയി ബുക്ക് ചെയ്തത്. പക്ഷേ എന്നാ പോലും മലയാളം ഡബിങ് സൂപ്പർ ആയിരുന്നു അല്ലടാ? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം ഡബിങ്? കമലഹാസന്റെ ബുജി എങ്ങനെ ഉണ്ടായിരുന്നു? ബുജിയുടെ സൂപ്പർ. ബുജി, പ്രഭാസിന്റെ ഡബിങ് ആണെങ്കിലും, ഈവൻ അമിതാഭ് ബച്ചന്റെ ഡബിങ് ആണെങ്കിലും, കമലഹാസന്റെ ഡബിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ഡബിങ്. അതുകൊണ്ട് ഡബിങ് മലയാളം ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ എനിക്ക് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരത് മടിക്കണ്ട. കാരണം അടിപൊളി ഡബിങ് ആയിരുന്നു മലയാളം. നമ്മൾ ബാഹുബലിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡബ് ചെയ്ത് വന്ന പടങ്ങളിൽ ഒരുവിധം നല്ല അടിപൊളി ഡബിങ് ആയിരുന്നു പടം. അപ്പൊ അത് ആ മലയാളം ഡബിങ് ആയതുകൊണ്ട് ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കണ്ട. ഇത് ശരിക്കും കുറെ സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് ആക്ച്വലി സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല. അടിപൊളി പടമായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട ഒരു പടം തന്നെയാണ്. 3D ആയിരുന്നു. 3D എങ്ങനെ ഉണ്ടായിരുന്നാ? 3D സൂപ്പർ, അടുത്ത് വരണമല്ലോ ഒരു ഫീൽ. നീ എത്ര 3D സിനിമ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ? 3D ആയിരുന്നു സിനിമ. 3D പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഒരു 3D ഫീൽ നമുക്ക് തരുന്നൊരു പടമായിരുന്നു. പിന്നെ നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരം, മിത്തോളജി എല്ലാം കൂടെ ഒരു അയ്യോ എന്നും പറയില്ല. അതായത് എങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ഒരു പടം ഉണ്ടാക്കി എടുത്തു വന്നു എന്നുള്ളത് നമുക്ക് തന്നെ ശരിക്കും കണ്ടു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. ഞാൻ അതാ പറഞ്ഞത്, കുറേ സ്പോയിലർ, കുറേ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്, കുറേ സ്പോയിലർ വരുന്നുണ്ട്. കഥയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇമ്പാക്ട് കിട്ടണമെന്നില്ല. ഫസ്റ്റ് ഹാഫ് എല്ലാവരും പറയുന്ന പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നനഞ്ഞ ഒരു ഇത് പോയിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങ് കയറി കത്തുന്ന ഒരു ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. ആയുഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരെ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ആക്ച്വലി നമ്മൾ ഈ പ്രഭാസിന്റെ കുറേ ബാഹുബലി കഴിഞ്ഞ് കുറേ പടങ്ങൾ പ്രഭാസിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രഭാസ് ഇങ്ങനെ ഒരു സൈഡിൽ വന്നിരിക്കും, കൂടെ ഒരു നായകൻ ആരെങ്കിലും ഒക്കെ സ്ക്രീൻസിൽ നിൽക്കുമ്പോൾ ശരിക്കും പുള്ളിക്കാരൻ അങ്ങ് ഒരു ആചാര ബാഹുവായിട്ട് അങ്ങ് നിൽക്കും. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് പുള്ളി ഒരു ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്യും. ഇത് അമിതാഭ് ബച്ചന്റെ അടുത്ത് പ്രഭാസൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അമിതാഭ് ബച്ചൻ ഒരു അമിതാഭ് ബച്ചനാണ്, അതൊരു അവതാരമാണ്. കാരണം അമിതാഭ് ബച്ചന്റെ അടുത്ത് പ്രഭാസ് വന്ന് നിന്ന് കഴിയുമ്പോൾ പ്രഭാസ് ഒന്നും അല്ലാത്തൊരവസ്ഥ. അത്രയും, കാരണം ആ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. കുറച്ച് ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കണമെങ്കിൽ പോലും അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ അമിതാഭ് ബച്ചൻ, അത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് അമിതാഭ് ബച്ചൻ്റെ ആണ്. സെക്കൻഡ് പാർട്ട് മേ ബി എനിക്ക് തോന്നുന്നു കമലഹാസനും ഈ പറഞ്ഞ പോലെ പ്രഭാസും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ അടിപൊളിയായിട്ട് വരും. പിന്നെ നമ്മുടെ കുറെ മലയാളികൾക്ക് രസിക്കുന്ന രീതിയിൽ മലയാളികളുടേതായ ആൾക്കാർ കുറെ പേര് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് പോകണ്ടല്ലേടാ? അതിലാരാ നിനക്ക് തിയേറ്ററിനേക്കാൾ ഇഷ്ടപ്പെട്ടത്? എനിക്ക് പോപ്കോണും ഇതുവാണെന്ന് എനിക്കറിയാം. നിന്റെ ഉടായ്പ് എന്നെ കൊണ്ടുപോയി നിന്റെ സ്ഥിരം സിനിമ എന്ന് പറഞ്ഞ് നീ എത്തിക്കഴിഞ്ഞാൽ വിശപ്പാണ് ആശാന്റെ മെയിൻ ഇത്. അതുകൊണ്ട് തന്നെയാണ് പല സിനിമകളിൽ ഇപ്പൊ അവനെ ബുക്ക് ചെയ്യാതെ ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോപ്കോൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഈ ന്യൂസ് സെന്ററിൽ അല്ലെങ്കിൽ സെൻട്രൽ തിയേറ്ററിൽ ബുക്ക് ചെയ്തതിന്റെ ഒരു ഫാനായത്. പക്ഷെ ഒന്നും പറയാനില്ല, ന്യൂസ് സെൻട്രൽ തിയേറ്റർ ആണെങ്കിലും സെൻട്രൽ തിയേറ്റർ ആണെങ്കിലും ഉള്ളതിൽ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ അടുത്തുമാണ്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പരിധിക്കകത്തേ ഉള്ളൂ തിയേറ്റർ. അപ്പം വളരെ നല്ല രീതിയിലുള്ള, അതായത് ന്യൂസ് സെൻട്രൽ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ 6 മണിക്കുള്ള ഷോ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നാണ് സിനിമ കണ്ടത്. കാരണം 6 മണി തുടങ്ങി 8 മണിയായപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യ പിന്നെ സൗത്ത് ആഫ്രിക്ക ഫൈനലായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കാണാൻ പറ്റാതെ
എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും ബാക്കിലും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബാക്കിലുള്ള ആ സീറ്റ് ആയതുകൊണ്ട് ഒരു സൈഡിൽ പോയിരുന്ന ആ സൈഡ്, അതുകൊണ്ടാണ് ആ സൈഡ് ബുക്ക് ചെയ്തത്. ഇടയ്ക്ക് പിന്നെ സ്കോർ നോക്കിയപ്പോൾ ആ 3 വിക്കറ്റൊക്കെ പോയപ്പോൾ ശരിക്കും ഒന്ന് അന്താളിച്ചെങ്കിലും രാത്രി വന്നു കഴിഞ്ഞപ്പോ എന്തായി, ഇന്ത്യയുടെ വിജയം. യെസ്. അതുപോലെ ആശ ഒരു ഫുട്ബോൾ പ്രാന്തരാണ്. ഞാൻ ക്രിക്കറ്റ് ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെ ഭയങ്കര ഫാൻസ് ഒന്നും ഇല്ലെങ്കിലും അവന് ഈ പറഞ്ഞ പോലെ ഞാൻ രോഹിത് ശർമ്മയുടെ ഫാനാണെന്നും ക്രിക്കറ്റിനെ ഫോളോ ചെയ്യണമെന്നൊക്കെ അറിയാമെന്നുള്ളത് എനിക്ക് ഇന്നലെ തന്നെ ഒരു കട്ടൗട്ടൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു ആശാൻ രോഹിത് ശർമ്മയെ വെച്ചിട്ട്. അപ്പം അവസാനം കയ്യിൽ നിന്ന് പോയ സമയത്തൊക്കെ പിന്നെ ഇങ്ങനെ എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അടുത്തിരിപ്പുണ്ടായിരുന്നു. ഇന്നലെ എന്തോ ഫുട്ബോൾ ആരാ കളിയാണ് നടന്നത്? ഇന്നലെ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലിയും രാത്രി 12:30 ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക്. എന്നിട്ട് അതെന്തായി? സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലി 2-0 സ്വിറ്റ്സർലാൻഡ് ജയിച്ചു. ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് ജർമ്മനി 2-0 ജയിച്ചു. അപ്പൊ അത് അവന്റെ അവസ്ഥ. എന്റെ അവസ്ഥ തികച്ചും വേറെ രീതിയിലായിരുന്നു. അറിയാലോ രോഹിത് ശർമ്മ. അപ്പൊ ഇന്നലത്തെ ദിവസം ഈ റിവ്യൂല് തുടങ്ങി ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് എൻഡ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതായത് ഞാൻ ആക്ച്വലി മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന പലരുടെയും എൻ്റെ ഒരു എറ എന്നുള്ളതായിരുന്നു ഇന്നലെ. അപ്പം രാഹുൽ ദ്രാവിഡിന്റെ ആണെങ്കിലും രോഹിത് ശർമ്മയുടെ ആണെങ്കിലും വിരാട് കോഹ്ലിയുടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സീസൺ ആയിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് T20 അതെനിക്കറിയില്ല. ലാസ്റ്റ് സീസൺ എന്തായാലും ആയിരിക്കും, വേൾഡ് കപ്പ് സീസൺ എന്തായാലും ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരൊരു ഒരു കപ്പ് ഡിസർവിങ് ആണ്. അതിനകത്ത് എസ്പെഷ്യലി എനിക്ക് രോഹിത് ശർമ്മയുടെ ഞാനൊരു ഈ മുംബൈ ഇന്ത്യൻസിന്റെ ഫാനായിരുന്നു. മുംബൈ ഇന്ത്യൻസ് സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ നിർത്തിപ്പോയെടുത്തെന്ന് തുടങ്ങിയ ഒരു വ്യക്തിയാണ് രോഹിത് ശർമ്മ. അത് കഴിഞ്ഞിട്ട് അറിയാതെ രോഹിത് ശർമ്മയുടെ ഒരു മീൻസ് ഫാൻ ഫോളോയിങ് ആണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്ന ആള് ഫാൻ അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും ഞാൻ പ്രത്യക്ഷത്തില് ധോണി ഫാൻസിനെ അഗൻസ്റ്റ് ആയിട്ട് ഞാൻ രോഹിത് ശർമ്മയുടെ ഒരു ആരാധകനായിരുന്നു. കോഹ്ലിയെ പോലും തഴഞ്ഞുകൊണ്ട് രോഹിത് ശർമ്മയെ മീൻസ് ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് രോഹിത് ശർമ്മയ്ക്ക് ഒരു കപ്പ് എന്നുള്ളത് മീൻസ് IPL 5 കപ്പുള്ള ഒരു ക്യാപ്റ്റനാണ്. പിന്നെ നമ്മുടെ വിരാട് കോഹ്ലിക്ക് IPL കപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വേൾഡ് കപ്പിൽ അവന് നല്ലൊരു റിട്ടയർമെന്റ് ആക്ച്വലി. പിന്നെ നമുക്ക് പല നമ്മുടെ മുൻനിര താരങ്ങൾക്കും കിട്ടാതെ പോയ എനിക്ക് സച്ചിന് മാത്രമേ അങ്ങനെ ഒരു നല്ലൊരു പിന്നെ സെൻഡ് ഓഫ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈവൻ ധോണിക്കും ചിലപ്പോൾ ഒരു പരിധി വരെ. ബാക്കി യുവരാജ് സിംഗ്, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ആശാൻ ക്രിക്കറ്റിനെ കുറിച്ച് അധികം അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ കിട്ടാതെ പോയ ഒരു പിന്നെ ഇതായി പോകരുത് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാലും 15 ഓവറായപ്പോ തീർന്നു. അമ്മച്ചിയുടെ നമ്മളെ അവസ്ഥ അത്രയും പരിതാപകരമായിരുന്നു. അവിടെ നിന്ന് ലാസ്റ്റ് 5 ഓവർ ഇന്നലെ അത് കഴിഞ്ഞ് ഞാൻ അശ്വിന്റെ ഒരു റിവ്യൂ കണ്ടിരുന്നു, രാത്രി തന്നെ കണ്ടിരുന്നു. അപ്പം അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് നമ്മൾ സാധാരണ 14ാമത്തെ ഓവറിൽ കുൽദീപിനെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിന് അറ്റാക്ക് ചെയ്തു. അപ്പം നമ്മൾ പാനിക് ആവും. നമ്മളായാലും ഈവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവമേ നമ്മുടെ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊരു വിക്കറ്റ് എടുപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ഓവർ ഒന്ന് പിന്നെ കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ശർമ്മ അവിടെ നമ്മുടെ അക്ഷർ പട്ടേലിനെ തന്നെ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മെയിൻ ലെട്ടായിരിക്കും ചിലപ്പം പുള്ളി ചിന്തിച്ചാൽ ഒന്ന് അറ്റാക്ക് ചെയ്ത് ചിലപ്പോൾ വിക്കറ്റ് ഇട്ടു എന്ന് വിചാരിച്ചു. എന്ത് തന്നെ ആയാലും, കാരണം അവിടെ മീൻസ് ബുംറയെ കൊണ്ടുവരാതെ നമ്മളെ അക്ഷർ പട്ടേലിനെ തന്നെ കൊണ്ടുവരികയും അക്ഷർ പട്ടേൽ അടി വാങ്ങി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഷഫിൾ ചെയ്ത് കൊണ്ടുവരണമല്ലോ. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ഓവർ ഉണ്ടായിരുന്നു, നമ്മൾ മറന്നു പോകുന്നില്ല. പക്ഷെ എന്നാൽ പോലും അത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അത് കഴിഞ്ഞ് അത്രയും അടി കിട്ടിയിട്ടും പിന്നെയും ബുംറയെ കൊണ്ടുവന്ന് കറക്റ്റ്. കാരണം ചിലപ്പോൾ ആ ഓവർ അശ്വിൻ പറഞ്ഞ പോയിന്റ് അതാണ്. ആ ഓവർ ചിലപ്പോൾ അശ്വിൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 4 റണ്ണ് വിട്ടുകൊടുത്ത് വിക്കറ്റ് കിട്ടാതെ ഒരു ഓവർ കഴിഞ്ഞ് പോയേനെ എന്നുള്ളതിലല്ലാതെ ചിലപ്പോൾ അത് കഴിഞ്ഞ് വന്ന അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കളി വേറെ ലെവലിൽ പോയേനെ. പക്ഷെ അത് അങ്ങനെയല്ല. അടുത്ത് വന്ന ബുംറ ആ വിക്കറ്റ് എടുത്തു ക്രൂഷ്യലായിട്ടുള്ള. അപ്പൊ അത് പിന്നെ സൂര്യകുമാർ യാദവ് എല്ലാവരും ആ ക്യാച്ച് എല്ലാം അടിപൊളിയായിരുന്നു ഇന്നലത്തെ ദിവസം. ഇന്ന് വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് പുലർച്ചെ ആയപ്പോൾ നമുക്കൊരു നല്ല ന്യൂസുമായിട്ട് വന്നു. അപ്പൊ ഇത് സിനിമയെക്കുറിച്ച് പറഞ്ഞു തീർന്നില്ല. സിനിമയെക്കുറിച്ച് കൂടുതൽ സ്പോയിലറാണ്, ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ വിക്കിപീഡിയ വന്നതിന് ശേഷം വായിച്ചു നോക്കി. എന്തോരം ആൾക്കാരാണ് അതിനെ ആക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വിക്കിപീഡിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓരോ ആൾക്കാരും വരുന്നത് എപ്പോഴെന്നും അതെങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ കഥ ഞാൻ പറഞ്ഞില്ലേ, കഥ എന്ന് പറയുന്നത് നമ്മളത് പറയുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് ചിന്തിക്കുന്ന, അതായത് നമ്മൾ പലപ്പോഴും സ്വപ്നം കാണണം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഇറങ്ങി നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ക്രിക്കറ്റ് കളിയിൽ ഇവന്റെ സ്ഥാനത്ത് ഞാൻ അവിടെ പോകുന്നു, 5 ബോളും 6 അടിക്കുന്നു, ഈ കളി തീർക്കുന്നു, തിരിച്ചു വരുന്നു. നീ അങ്ങനെ ചിന്തിക്കില്ലേ? ഫുട്ബോൾ ആണെങ്കിൽ ചിലപ്പോൾ കളി കാണുമ്പോൾ വിചാരിക്കും ഇവരെന്തോ കളിച്ചോണ്ടിരിക്കുന്നത്, ഞാനായിരുന്നു അവിടെ എങ്കിൽ ഈ ഗോളെല്ലാം സേവ്, അങ്ങനെ നീ ചിന്തിക്കാറുണ്ടോ? അതേപോലെ
ഞാനും നമ്മളും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സംഭവമായിരുന്നു ഇട്ടുതന്നെ. കാരണം നമ്മുടെ മഹാഭാരതം നമ്മുടെ ഇതെടുത്ത് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിയുമ്പോൾ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, അതിൽ അയാൾ ഇത് ഇയാൾ അത് എന്നൊക്കെ പറഞ്ഞു. അയ്യോ, സംഭവം എഴുതി ഉണ്ടാക്കിയവനെ നമിച്ചേ പറ്റൂ. പിന്നെ അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുകോൺ, അവരുടെ എല്ലാം പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ട് 1 അമിതാഭ് ബച്ചന് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരൊരു ഹൈലൈറ്റ് കൊടുത്തത്. കാരണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പ്രഭാസിനെ ഒരു തീരെ എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചന് ആ ഒരു മേൽക്കൈ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് എനിക്ക് തോന്നുന്നു ഷുവറായിട്ട് ഒരു കമലഹാസൻ പ്രഭാസ് ഷോ ആയിരിക്കും. അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരെയും ഇപ്പോഴും റിവീൽ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അതായത് ഫേസ് കാണിക്കാതെ സൗണ്ട് മാത്രം ഇട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത പാർട്ടിലേക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു കുറെ ഇതുപോലെ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പടം ഒരു സക്സസ് ആക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അവർ ട്രൈ ചെയ്യുമായിരിക്കും എന്തായാലും. അപ്പം താങ്ക്സ്. This is Arif and Arun signing off and bye. Okay.